അവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. സമയം 8 മണിയായി. ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കിടക്കാനൊക്കെ ലേറ്റായിട്ടാണ് വന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേനോ, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞില്ല, ആ ഒരു ജീവിതത്തിൻ്റെ നല്ല ഒരടിപൊളി മൂവി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ദിലീപിൻ്റെ സിനിമ. ഇപ്പം ഇതൊന്നല്ല വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ താത്ത തന്നെയാണ്, വേറൊന്നുമല്ല. താത്തേനെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് താത്തേനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റിൻ്റെ താത്ത. അപ്പോൾ താത്ത പറയുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പിന്നെ എൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും കേസ് എടുക്കണം എന്നാണ്. കേസ് എടുത്തോളൂ, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോടൊന്ന് പറഞ്ഞാൽ മതി, ലിസ്ത പാലക്കാടിൻ്റെ പേരിൽ കേസ് എടുക്കണം സാറന്മാരേ എന്ന് പറഞ്ഞാൽ മതി. അവരുടനടി പോയിട്ട് കേസ് എടുത്തോളും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എൻ്റെ പേരിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് പുല്ല്, പോയിട്ട് പറയാൻ പറയാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നീ ഇങ്ങനെ പ്രിയനെ പറ്റിയിട്ടും ഷെഫീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മളെ ശ്രീലേച്ചിനെ പറ്റിയിട്ടും ഹരിതനെ പറ്റിയിട്ടും ശ്രീലക്ഷ്മി, ഇപ്പോൾ ശ്രീലക്ഷ്മീൻ്റെ നല്ല സൂപ്പറായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരണോ അതോ ഞാനായിട്ട് പറഞ്ഞു തരണോ? വായിക്കാം, അതാണ് അതിൻ്റെതായ ഒരു ശരി. വൈറ്റ്. ഞാൻ അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മേൻ്റെ ഇത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ഇത് ഞാൻ നമ്പർ ഡേറ്റ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല, കറക്റ്റ് പരാതിയാണ് അന്ന് കൊടുത്തത്. അപ്പോൾ ജസ്ന സലീമിൻ്റെ പേരിൽ തന്നെയാണ് ഞാനന്ന് പരാതി കൊടുത്തിട്ടുള്ളത്. ഞാനല്ല കൊടുത്തത്, എൻ്റെ അമ്മയാണ് കൊടുത്തത്. എൻ്റെ അമ്മേനെയും മക്കളെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മീൻ്റെ ആ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. എനിക്കെന്തോ വളരെ ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, ഇവക്കിതല്ല ഇതിനപ്പുറം കിട്ടണം ആൾക്കാരെ കയ്യിൽ നിന്ന്. കാരണം എല്ലാ ആൾക്കാരും പഠിച്ചു, എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ പുരുഷന്മാർ നമുക്കൊക്കെ ട്രീറ്റ് തരണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ട്രീറ്റ് തരാതിരിക്കരുത്. ഞാൻ ഈ കേസിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ചാനലുകളിലും കേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ കൊയിലാണ്ടിയിലെ 2 സൂസു സഹോദരന്മാരല്ല, എന്തായാലും ആ പേരുള്ള വ്യക്തികളാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു കുടുംബമുണ്ട് മോളെ. ആ കുടുംബം ഞാൻ നശിപ്പിക്കാൻ നിൽക്കില്ല പൊന്നു മോളെ. നീ പറയുന്നുണ്ടല്ലോ എൻ്റെ കുടുംബം ഒരുപാട് ആൾക്ക്, ഞാൻ വെച്ചിട്ട് കുടുംബം ഒരുപാട് ആൾക്കാർ നശിച്ചിട്ടുണ്ട് എന്നുള്ളത്. പേരും വിവരമൊക്കെ നിനക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ പോയിട്ട് അവരോട് പറയാം. എന്തായാലും ഞാൻ നിന്നെ പോലെ പൈസയും കോടികളെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അത് ആരാണെങ്കിലും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കൊച്ചു കള്ളത്തി നല്ല സുഖമായിരുന്നു. അപ്പം നമുക്ക് ശ്രീലക്ഷ്മി അജേഷ് ഇട്ട പോസ്റ്റ് ഒന്ന് വായിച്ചരാം. ജസ്നയെ വിമർശിച്ചവരിൽ ജസ്ന തെറി പറയാത്തത് എന്നെ മാത്രമാണ്, അതായത് അവളെ മാത്രമാണ്. എന്താണെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു. മിക്കവാറും ജസ്ന എന്നേക്കാൾ 1-2 വയസ്സിന് മൂത്തതോ അത് നോക്കേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസം കുറവാണ്. വിദ്യാഭ്യാസം കുറവുള്ളത് ഒരു പ്രശ്നമല്ല. നല്ലത് പറഞ്ഞു തരാൻ കൂടെ ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. സൈക്കോളജിക്കൽ മൂവ്. ജസ്നക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണെന്നാണ് എനിക്ക് എൻ്റെ അറിവ്, അതായത് അവരുടെ അറിവാണ്, ഇത് എൻ്റെ പോസ്റ്റല്ല. എൻ്റെ മകനെ പോലെ തന്നെയാണ് ഞാൻ കണ്ടില്ലാത്ത ആ മകളും. എനക്കങ്ങനെയല്ലേ. ലിസിത പാലക്കലാണ് ജസ്നയുടെ പ്രശ്നം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോടി? പറയണേ. ജസ്ന എത്ര തവണ ലിസിത പാലക്കലിൻ്റെ കുട്ടികളെ പറഞ്ഞിട്ടില്ലേ? പറയണേ, അതും പറയണം. കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ, അത് ഞാനോ ജസ്നയോ മറ്റൊരാളോ ആവട്ടെ, ആ സ്ത്രീ അനുഭവിക്കുന്ന സങ്കടം എത്രയാണെന്ന് ജസ്നയെ ഊഹിക്കാൻ കഴിയില്ല. ജസ്ന ആശയപരമായി പ്രതികരിക്കും, അതാണ് ഞാനും പറയുന്നത്. ആശയപരമായിട്ട് നേരിടുക. ആത്മഹത്യ നാടകം കളിക്കുന്നത് എച്ചിത്തരം. കുട്ടികളില്ല എന്ന അവസ്ഥ കളിയാക്കപ്പെടുമ്പോൾ അവർക്കുണ്ടാവുന്ന വേദന ജസ്നയ്ക്കുണ്ടാവുന്ന അതേ വേദന തല്ലിയല്ല മോളെ. പിന്നെ ആത്മഹത്യാ ശ്രമം അത് നാടകമാണോ സിനിമയാണോ എന്നൊന്നല്ല ഇവിടുത്തെ വിഷയം. അത് കറക്റ്റായിട്ട് പറഞ്ഞു. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ 2ാം തവണയാണ് നിങ്ങൾ ഈ ശ്രമം നടത്തുന്നത്. ആ കുട്ടികൾ ഇത് കണ്ടു പഠിക്കില്ലേ? എവിടാ ഈ ശ്രീലക്ഷ്മി ഇതൊന്നും കണ്ട് പഠിക്കില്ല. ശ്രീലക്ഷ്മി ഇതൊക്കെ കുറേ കാലങ്ങളായിട്ട് അതിൻ്റെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത തവണയും ഉണ്ടാവാം എന്നുള്ള ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഈ ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. അനുഭവിക്കാൻ കൂടും. നാളെ ജസ്ന തന്നെ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ ജസ്നയെ പേടിപ്പിക്കാൻ അവരും ഇതേ വഴി തിരഞ്ഞെടുക്കും. അത് കാര്യമായി പോയാൽ ആ നഷ്ടം മാർക്കാണ്. ജസ്നയ്ക്ക് മാത്രമല്ല, ആ സമയം ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയും. ഇപ്പം നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടിയിട്ടാണ്. ലിസ പാലക്കൽ പറയുന്നവരൊക്കെ ലൈംഗിക ആംഗ്യത്തോടെ ആർജവത്തോടെ മറുപടി പറയുന്ന വീഡിയോസും ചെയ്തുകൊണ്ട് ഇരുന്നത് ആരാണ്? ജസ്ന തന്നെയല്ലേ? ആണോ അല്ലയോ?
ഒരാളിൻ്റെ കുടുംബജീവിതം തകരുന്നതും അവർ വേറെ വിവാഹം കഴിക്കുന്നതും കാമവെറി മൂത്തിട്ടാണെന്ന് പറഞ്ഞില്ലടി, പറഞ്ഞിട്ടില്ലടി, നീ ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇത് തിരിച്ചു കിട്ടുമ്പോൾ മാത്രമേ നിനക്ക് പ്രശ്നമുള്ളൂ. നീ എന്നെ പറ്റിയിട്ട് എന്തൊക്കെ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിനക്ക് ഇതൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മൾ പറയുമ്പോൾ നീ ഒന്ന് കൈയിൻ്റെ സൈഡിൽ നിന്ന് വെച്ചിട്ട് ഇതാക്കുന്നത് നല്ലതാണോ ഇടാ? എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മോളെ. ഞാനൊന്നും ആത്മഹത്യ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? ദൈവം തന്നൊരു വരദാനം, അത് നമ്മളെ മനുഷ്യജന്മമാണ്. ആ മനുഷ്യജന്മത്തിൽ നല്ലതിനെയും കെട്ടതിനെയും തിരഞ്ഞെടുക്കുക. നീ പറയുന്നില്ലേ നല്ല അച്ഛനും അമ്മക്കും ജനിക്കണമെന്ന്? ഒരിക്കലും നല്ല അച്ഛനും അമ്മക്കും നീ ജനിച്ചിട്ടില്ല എന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിന്നെ നാട്ടുകാരും എല്ലാ ആൾക്കാരും മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇപ്പം ഗുഡ് ബൈ.